ഈ കുട്ടികൾ ഈ നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഒരു പ്രതീക്ഷ, അത് രണ്ട് കാര്യങ്ങളാണ് ഈ പരീക്ഷ എഴുതാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ, ഒരു നല്ല ഭാവിയുടെ പ്രതീക്ഷ. രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസം, അതായത് ഈ കാര്യങ്ങൾ ഫെയർ ആയിരിക്കും, നമ്മൾ പഠിച്ചാൽ ഒരു പരീക്ഷ ഫെയർ ആയിരിക്കും, ജസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം. ഈ പ്രതീക്ഷയും വിശ്വാസവും രണ്ടും തന്നെ തകർക്കപ്പെടുന്ന ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഒരു പരീക്ഷ വീണ്ടും എഴുതണം എന്നുള്ള ഒരു പ്രഷർ കൊണ്ട് 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റും ഉണ്ടായി. ഇത് നമുക്ക് തോന്നും ഈ 26 മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ 26 ഒരു ആകസ്മികമായിട്ടുള്ള ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്. എന്നാൽ ഇത് അങ്ങനെ അല്ല. 2015 തൊട്ട് ഈ വർഷം വരെ ഏകദേശം 94ഓളം പരീക്ഷകളാണ് ലീക്കായിട്ടുള്ളത്. അതിൽ 2021 തൊട്ട് നോക്കുകയാണെങ്കിൽ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വന്നതിന് ശേഷം മാറിയിട്ടുള്ള ലീക്കായിട്ടുള്ള പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 നീറ്റ് ആ വർഷം തന്നെ ലീക്കായിരുന്നു. 2021 UGC നെറ്റ് ആ വർഷം ലീക്കായിരുന്നു. 2021 CTET ആ വർഷം ലീക്കായിരുന്നു. 2024 നീറ്റ് ലീക്കായിരുന്നു. 2025 നീറ്റ് ലീക്കായിരുന്നു. 2026 നീറ്റ് ലീക്കായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ഒരു പരീക്ഷ, അതായത് ഒരു എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്, പലരും നമ്മളുടെ വീട്ടിൽ കുട്ടികൾ പഠിക്കുന്നതാണ്. ഈ പരീക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം സെറ്റാകും, അല്ലെങ്കിൽ ഭാവി സെറ്റാകും എന്നുള്ളൊരു പ്രതീക്ഷകളിലൂടെ മാതാപിതാക്കൾ അവരെ ഇല്ലാത്ത കാശുണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ട് 10-12 മണിക്കൂർ ഓരോ ദിവസം പഠിച്ചെഴുതുന്ന പരീക്ഷകളാണ്. ഈ പരീക്ഷകൾ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് 2021 ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കേന്ദ്രത്തിൽ ചുമതല ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞ് നടന്ന എല്ലാ വർഷവും ഈ ലീക്ക് ഉണ്ടാവുകയും, എന്നാൽ ഈ ലീക്കിൽ ഉണ്ടായിട്ടുള്ള ഈ 90-ലധികം ലീക്കുകൾ നടന്ന പരീക്ഷകൾ ഒരാളെ പോലും ഇതുവരെ കൺവിക്ട് ചെയ്യുകയോ ഒരാളെ ശിക്ഷിക്കപ്പെടുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഒരു ആക്സിഡന്റൽ ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ കുട്ടികൾ ഈ നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഒരു പ്രതീക്ഷ, അത് രണ്ട് കാര്യങ്ങളാണ് ഈ പരീക്ഷ എഴുതാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ, ഒരു നല്ല ഭാവിയുടെ പ്രതീക്ഷ. രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസം, അതായത് ഈ കാര്യങ്ങൾ ഫെയർ ആയിരിക്കും, നമ്മൾ പഠിച്ചാൽ ഒരു പരീക്ഷ ഫെയർ ആയിരിക്കും, ജസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം. ഈ പ്രതീക്ഷയും വിശ്വാസവും രണ്ടും തന്നെ തകർക്കപ്പെടുന്ന ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വർഷങ്ങൾ കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും ലീക്കാവുന്നു, കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊന്നും യാതൊരു കൂസലുമില്ലാതെ ബിസിനസ് ആസ് യൂഷ്വൽ, ഇതൊക്കെ വളരെ നോർമലാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കുള്ളത്, ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് എന്റെ ചുമതലയാണ് ഇതെന്ന് ചെയ്യുന്നു. ഈ ഇടയ്ക്ക് അഡ്മിറ്റ് വരെ ചെയ്തു, അതായത് യെസ് ഇതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, പക്ഷേ എന്റെ റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഏതായാലും ഈ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു പ്രസ്താവന എടുത്തുണ്ടായി. 20 കുട്ടികളുടെ ചോര പെരണ്ട കൈകൊണ്ട് അടുത്ത പരീക്ഷ വീണ്ടും ആ ഫയലിൽ ഒപ്പിടാൻ നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവശ്യമുണ്ടോ? അതായത് ഇത്രയും വർഷങ്ങളായിട്ട് ഒരു പ്രാവശ്യം തന്നെ പരീക്ഷ ലീക്കായാൽ തന്നെ ആ മന്ത്രി ആ സമയത്ത് രാജിവെക്കേണ്ടതാണ്. ഇത് വർഷങ്ങളോളമായി എല്ലാ വർഷവും എല്ലാ പരീക്ഷയും ലീക്കായിട്ട് കൂടെ വീണ്ടും ആ ഒരു മന്ത്രിയെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന എന്ത് വീക്ക്നെസ് ആണ് ശ്രീ നരേന്ദ്രമോദിക്കുള്ളത്? അത് പ്രധാനം, അതോ കുട്ടികളുടെ ഭാവിയാണോ പ്രധാനം എന്നുള്ളൊരു തീരുമാനം എന്തായാലും നരേന്ദ്രമോദിക്ക് എടുക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ഭാവി വെച്ച് അമ്മാനമാടുന്ന ഒരു തീരുമാനമാണത്. യാതൊരു കൂസലുമില്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്യും. പരീക്ഷ ലീക്ക് ആവുകയാണെങ്കിൽ ആവും. പല സ്ഥലങ്ങളിലും ലീക്ക് ആവുന്ന എവിടെ നിന്നൊക്കെയാണ്? ഇതൊരു BJP അലയായിട്ടുള്ള ഒരു MLA വഴിയാണ്. ബേദിറാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് വേറൊരാള് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ പോവും, പിന്നെ എനിക്ക് ബെയിൽ കിട്ടും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ജയിൽ ബെയിൽ ഓർ ഖേൽ എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ഇത് തന്നെ തുടങ്ങുമെന്നുള്ളത്. ഈ അടുത്ത് സിക്കറിൽ ലീക്കായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന ചില സ്ഥലങ്ങളിലെ ചില പരീക്ഷ, അതായത് 50 ലക്ഷം അല്ലെങ്കിൽ ചിലപ്പോൾ 10 ലക്ഷം ഈ കാശ് കൊടുത്തിട്ടാണ് പേപ്പർ ലീക്ക് ചെയ്ത് അവർ പേപ്പർ നോക്കുന്നത്. അത് ഒരു ഭാഗത്ത് കുറച്ച് കുട്ടികൾക്ക് കിട്ടുന്നു, അതേസമയം തന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റു പലർക്കും കിട്ടാതെ പോകുന്നു. ഈ വർഷം ആദ്യത്തെ പരീക്ഷയിൽ നന്നായിട്ട് എഴുതിയ കുട്ടികൾക്ക് രണ്ടാമത്തെ പരീക്ഷ പലർക്കും അതും അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ആരുടെ കുഴപ്പമാണ്? ഒരു പരീക്ഷ നമ്മൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇത് 2015 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നതാണ്. അത് AIPMT ആയിക്കോട്ടെ, ഇത് എൻട്രൻസ് എക്സാമിന്റെ കാര്യം മാത്രമല്ല, റിക്രൂട്ട്മെന്റ് എക്സാമുകൾ, അത് CTET ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, UGCയുടെ നെറ്റ് പരീക്ഷകളാവട്ടെ, ഈ പരീക്ഷകളെല്ലാം തന്നെ കൂടെ റിക്രൂട്ട്മെന്റിന്റെ തൊഴിൽ പരീക്ഷകൾ, ONGCയുടെ പരീക്ഷ,
ഇന്ത്യൻ ആർമിയുടെ SSCയുടെ പരീക്ഷ, എല്ലാ പരീക്ഷകളിലും കണ്ടിന്യൂസ് ആയിട്ട് ലീക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് 2015 തൊട്ട് ഇപ്പം വരെ അതിൽ യാതൊരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു കൺവിക്ഷനോ ഇല്ലാതാകുക എന്ന് പറയുന്നത് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. കുട്ടികളുടെ ഭാവി നശിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അത് അനുവദിക്കാൻ കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനതയും ഇന്ത്യയിലെ യുവത്വവും അതൊരിക്കലും സമ്മതിക്കില്ല.